7 ഡെഡ്ലി സിൻസ്, 7 മരണകരമായ പാപം. പ്രാർത്ഥന ഉപവാസവും നടത്തുന്നത് നമ്മുടെ പാപസ്വഭാവത്തെ മാറ്റി ദൈവീക സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ആദ്യമേ അറിയണം. അതിൽ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയാണ്. അത് മോശയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മോശ ദൈവം വിളിച്ചു മാറ്റി. മോശ പർവ്വതത്തിൻ്റെ മുകളിലാണ് 8 പ്രാവശ്യം കയറിയെന്ന് പറയുന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ പല പ്രാവശ്യം ചെന്നിട്ടാണ് മോശ ദൈവവുമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ മോശ പലപ്പോഴും മലയുടെ മുകളിൽ ദൈവത്തോടു കൂടി ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത്രയും ശക്തിയിൽ മോശ ദൈവത്തിനടുത്ത് ഉപയോഗിക്കാൻ സാധിച്ചത്. ജോഷുവയുടെ കാര്യം നോക്കുകയാണെങ്കിലും മോശ പോകുന്നിടത്തല്ലേ ഈ ജോഷുവ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ജോഷുവയ്ക്ക് ബലം കിട്ടിയത്, ജോഷുവാണ് വാഗ്ദത്ത ഭൂമികൾ വാങ്ങിച്ചെടുത്തവൻ യുദ്ധം ചെയ്ത്. അപ്പോൾ ജോഷുവയ്ക്ക് ബലം കിട്ടിയത് മോശ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളവർ കാണിച്ചു തരുന്ന ഈ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ജീവിത ശൈലികൾ നമുക്കും ബലം തരികയാണ്. യേശുക്രിസ്തു അത് തന്നെയാണ്. മോശയും ഏലിയാവും നോയമ്പെടുത്തു, യേശുക്രിസ്തുവും നോയമ്പെടുത്തു, ആകൽക്കർസായെ ജയിച്ചു 40 ദിവസത്തെ ഉപവാസത്തോടുകൂടി. പിന്നെ നമ്മൾ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന കാലം എടുത്തു കഴിഞ്ഞു. എന്നാൽ ഈ സദൃശ്യവാക്യങ്ങളിൽ ഈ 7 പാപങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം 6 കാര്യം യഹോവ വെറുക്കുന്നെന്ന് പറയുന്നുണ്ട്. അത് സദൃശ്യവാക്യം 6:16. 6 കാര്യം യഹോവ വെറുക്കുന്നു. ദൈവത്തിന് വെറുക്കുന്ന കാര്യങ്ങളുണ്ട്. 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, പോഷ്കു പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഇത് സദൃശ്യവാക്യം. ഞാൻ ഇതിനെക്കുറിച്ച് ഇത് സദൃശ്യവാക്യം 6:16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കുർബാനക്രമങ്ങളിലും നമ്മുടെ വേദപുസ്തകങ്ങളുടെ ഈ നമ്മുടെ പള്ളികളിലുള്ള ബുക്കുകളിലൊക്കെ വായിച്ചു നോക്കിയാൽ ലാസ്റ്റിൽ കുംഭസാരത്തിന് മുമ്പായിട്ട് 7 പാപങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ പാപങ്ങൾ വളരെ പ്രധാനപ്പെട്ട, അതിനെക്കുറിച്ച് നമ്മളധികം ചിന്തിക്കാറില്ല. പക്ഷെ ദേ നീഡ് ടു ബി തോട്ട് അബൌട്ട്. നമ്മൾ എന്തിനാണ് അതിൽ ഒന്നാമത്തേത് അഹന്ത അല്ലെങ്കിൽ പ്രൈഡ്, അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം. നമ്മളെ തന്നെ അങ്ങനെ വലുതാക്കി കാണിച്ചുകൊണ്ടിരിക്കും. ഒന്നുമില്ല, പക്ഷെ നമ്മളെ തന്നെ ഞാനേതാണ്. അതായത് ഈ ലൂസിഫർ അതാണ് ചെയ്തത്. ലൂസിഫറിന് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ആദ്യത്തെ ഒരു സൃഷ്ടിയാണ്. അത് മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. എസെക്കിയേലിനകത്തൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ സൗന്ദര്യം വളരെ വലുതാണ്. എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ഇതിൻ്റെ ശരീരത്തിന്മേലുണ്ട്. അതുകൊണ്ടാണ് വർഷിപ്പ് ലീഡറായിരുന്നു. പക്ഷേ ലൂസിഫറിന് ഒരു ദിവസം തോന്നി, എനിക്ക് ദൈവത്തെ പോലെയാണ്, ഉത്തരഗിരി കയറിയിരിക്കണം, ദൈവത്തിന് സമനാകണം, ഞാൻ ദൈവത്തെ പോലെയാകും. ചിന്തിച്ചതേ ഉള്ളൂ. ആ അതായത് ഞാൻ എന്നുള്ള ചിന്ത കയറി. ദൈവത്തെക്കാട്ടി വലിയവനാകണം. നമുക്ക് നന്മ ചെയ്യുന്നവരല്ലേ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ അപ്പനമ്മയെക്കാട്ടിലും വലുത്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെക്കാട്ടി വലുതെന്ന് ചിന്തിക്കുമ്പോൾ അതിനാണ് അഹന്ത എന്ന് പറയുന്നത്. ഞാനല്ലാതെ മാറുകയാണ്. ലൂസിഫറിൻ്റെ സ്വഭാവം അത് അന്ന് തുടങ്ങിയതാണ്. ഇത് സ്വർഗത്തിൽ തുടങ്ങിയതാണ്, ഇവിടെ തുടങ്ങിയതല്ല. അവിടുന്ന് വെട്ടേറ്റ് നിലം പരിശായ അരുണോദയ ശുക്രൻ എന്നാണ് ലൂസിഫറിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ദുഷ്ടപിശാചിൻ്റെ ഈ ഒരു പ്രവർത്തനം ഭൂമിയിൽ ഇന്നുമുണ്ട്. അപ്പം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ മേൽ ഇവൻ സ്വാധീനം കൊടുത്തിട്ട് ഇവൻ ആദ്യം ചെലുത്തുന്ന ഒരു ദുഷ്ടപ്രവർത്തനം ഗർവം അല്ലെങ്കിൽ പ്രൈഡ്. അതുതന്നെ ഈ സദൃശവാക്യത്തിലും പറയുന്നുണ്ട്. ദൈവത്തിന് വെറുപ്പുള്ള 6 കാര്യത്തിൽ ഒന്നാമത് വന്ന ഗർവം, അഹങ്കാരം അല്ലെങ്കിൽ ധിക്കാരം. നമ്മളെ തന്നെ അങ്ങ് വലുതായിട്ട് നമ്മളങ്ങ് ചിന്തിക്കുകയാണ്. ഒന്നുമില്ല, ചുമ്മാ അങ്ങ് ചിന്തിക്കുക. അത് ഈ നമ്മൾ വിചാരിക്കും നമുക്കില്ലെന്ന്, പക്ഷെ എല്ലാവർക്കും ഉണ്ടിത്. അത് നമ്മുടെ ചില സ്പോട്ടിൽ ഒരാൾ വന്ന് തൊടുമ്പോഴേ നമ്മളത് പൊങ്ങി വരത്തുള്ളൂ. എപ്പോഴും പൊങ്ങി വരത്തില്ല. നമ്മൾക്ക് വിനയമാണ്, നമ്മൾ ചുമ്മാ ഇതെല്ലാവരിലും ഉണ്ട്. കാരണം ഈ ഒരു പാപം ജന്മപാപത്തോടെ കയറി വന്നതാണ്. അതുകൊണ്ട് ഇതുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനെ എടുത്തു മാറ്റാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വഭാവം മാറണമെങ്കിൽ അകത്തെ മനുഷ്യൻ ജീവിക്കണം. പുറത്തെ മനുഷ്യനെ കൊണ്ട് ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം ഗർവമാണ് ഒന്നാമത്തെ. 1 യോഹന്നാൻ 2:16 പറയുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നത്രേ. അപ്പം 2 ഉണ്ട്. ഒന്ന് സ്വർഗത്തിൽ നിന്ന് കടന്നു വരുന്ന ചിന്തകൾ, അത് മുകളിൽ നിന്നുള്ള ചിന്ത. യാക്കോബിന് 3:17 പറയുന്നുണ്ട്. ഇനി ഈ ലോകത്തിലുള്ള ചിന്ത ദുഷ്ടപിശാച് വിതച്ച ചിന്തകളാണ്.
അതിങ്ങനെ മുള്ളും പറക്കാരൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിളുത്തു വന്നില്ല. അതിൽ കുറച്ച് കഴിവുള്ളവൻ തലപൊക്കി നിൽക്കുന്നു, അവൻ അപ്പടി ഗർവമാണ്, അവന് അഹന്തയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. അവന് കൂടെ സൈഡ് ചെയ്ത് അവൻ പറയുന്ന ഏസ് ചെയ്യുന്നവൻ ഒരു രാജ്യം ഉണ്ടാക്കി വെക്കും, അല്ലാതെ എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയല്ല. അതാണ് പേടിപ്പിച്ച് ചെയ്യുന്നത്. ഈ ദുഷ്ടപിശാചിൻ്റെ വലിയൊരു തന്ത്രം പാമ്പിടിച്ച മനുഷ്യനെ പേടിപ്പിച്ചിട്ട് അവൻ്റെ മുഖം കയറ്റി വെച്ച് അവനെ നൂർന്ന് നിൽക്കാൻ അനുവദിക്കത്തില്ല. അതോ ദൈവം പറഞ്ഞു, സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കാൻ. നമ്മുടെ നട്ടല് നൂർന്ന് നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൽ ചെല്ലണം. ചിലപ്പോൾ നമ്മൾ പിള്ളേരോട് ചോദിക്കും, നീ എന്തൊന്നും ഇങ്ങനെ കുനിഞ്ഞ് നടക്കുന്നതെന്ന്. ചില പാപഭാരം കയറിയിട്ട് തല കുനിഞ്ഞ് നടത്തുന്നത്, അവർക്ക് തല നൂർത്ത് നിൽക്കാനൊക്കത്തില്ല. തല താഴ്ത്തി നടക്കേണ്ടവരാണോ നമ്മൾ? അല്ലല്ലോ. കർത്താവിൻ്റെ ജീവകിരീടം തലയിൽ വെച്ചാൽ നീ തല താഴ്ത്തിയ കിരീടം ആദ്യം താഴെ വീഴും. അറിയണം അത്. സദൃശ്യവാക്യം 16:18 നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. നാശം വരുന്നതിന് മുമ്പ് എല്ലാ വ്യക്തികളും കയറി വരുന്ന ഒരു ബാധയാണിത്. അപ്പം നമ്മളത് ശ്രദ്ധയോടുകൂടി കാണണം. രണ്ടാമത്തേത് അസൂയ അല്ലെങ്കിൽ എൻവി, ജലസി. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ ഒക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ വേറൊരാൾ നന്മ പറയുമ്പോൾ ഉടനെ നമ്മൾ അവരുടെ കുറ്റം, നിങ്ങൾക്കറിഞ്ഞുകൂടാ അവരുടെ പഴയ ജീവിതം, ഉടനെ നമ്മൾ ആഡ് ചെയ്യും. അവിടെ നിന്ന് നല്ല ശുശ്രൂഷ നടത്തി, അതറിഞ്ഞുകൂടാ മറ്റേ അച്ഛൻ അതിനെക്കാട്ടി നല്ല, ഉടനെ നമ്മൾ കമ്പയർ ചെയ്യും. we are really never happy with hearing the other person's goodness. അത് ദൈവത്തിനേ ഉള്ളൂ, പിശാചിനില്ല. ശൗലിന് ദാവീദിൻ്റെ നന്മ വിളിച്ചു പറഞ്ഞു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. തീർന്നു. അതോടെ പിന്നെ ഇവനെ കൊല്ലാതെ രക്ഷയില്ല. അതാണ് അസൂയ കയറിക്കഴിഞ്ഞാൽ പിന്നെ അസൂയയ്ക്കും കുശുമ്പിനും അതിന് മരുന്നില്ലല്ലോ. ഈ അസൂയ എന്ന് പറയുന്ന ദുഷ്ടപിശാച്, അതും പിശാച് തന്നെയാണ്. ഈർഷ്യയും ശാഠ്യമുള്ളിടത്ത് കലക്കമുണ്ട്, ദുഷ്പ്രവൃത്തിയുണ്ട്. അസൂയ നമ്മളെ നാശത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ. നാം എപ്പോഴും അന്യോന്യം പോര് വിളിച്ചിട്ട് അന്യോന്യം അസൂയപ്പെട്ട് വൃഥ അഭിമാനികളായിട്ട് നടക്കുകയാണ്. അതാ അവനാ കുറ്റമുണ്ട്, അത് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അവനെക്കാട്ടി നല്ലതാണ് ഞാനെന്ന് അല്ലേ? എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യു ജസ്റ്റ് വോണ്ട് ടു ഫീൽ ദാറ്റ് ഐ ആം ബെറ്റർ ദാൻ. അതായത് ടാക്സ് കളക്ടറും ഫാരിസിയും കൂടെ. ഫാരിസി അവൻ വന്നിട്ട് നിയമം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, പ്രസാരം കൊടുക്കുന്നുണ്ട്, ദാനധർമ്മിയാണ്, റോഡിന് നടുക്കെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറയും. ടാക്സ് കളക്ടർ കഴിയുമ്പോൾ നിൻ്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് കഴിവില്ല. സീ ദ ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസ് മനുഷ്യൻ അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കണ്ണ് കാണത്തില്ലെന്ന് പറയും. അസൂയയുടെ കണ്ണ് അതിന് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ദർശനം കാണുന്നവർക്ക് വേണ്ടി അസൂയ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പച്ച കളറാണ് കാണുന്നത്. പച്ച കളറുള്ള സർപ്പങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോഴേ ഓർത്തോണം ദുഷ്ടൻ്റെ അസൂയാണ്. പിന്നെ വെളിപ്പെട്ട് വന്നാൽ പിന്നെ അത് നിൽക്കാൻ ശക്തിയില്ല. നമുക്ക് ശക്തിയുണ്ടല്ലോ സ്വർഗ്ഗത്തിലെ തീയിറക്കാൻ. ഏലിയ പ്രവാചകൻ പ്രാവശ്യം തീയിറക്കാൻ നമുക്ക് കഴിവുണ്ട്. പുസ്തക പ്രവൃത്തി 2-ാം അധ്യായം കഴിഞ്ഞപ്പോൾ തൊട്ട് പരിശുദ്ധാത്മ നമ്മുടെ കൂടെയുണ്ട്. തീ ഇറങ്ങി കത്തട്ടെ നമ്മൾ പറയുമ്പോൾ അത് കത്തിപ്പോവുകയാണ്. അതാണ് പ്രാർത്ഥന അറിയാവുന്നവരുടെ ഒരു വലിയ ഗുണം. അവിടെ ഇവിടെ ഓടി നടക്കണ്ട. 3-ാമത്തേത് കോപം അല്ലെങ്കിൽ ദേഷ്യം, റാത്ത്. ഈ ദേഷ്യം എന്ന് പറയുന്നത് സാധാരണ ചുമ്മാ ഒരാൾക്ക് ദേഷ്യം വരുന്നതല്ല. നമുക്ക് ഈ ചിലർക്ക് ദേഷ്യം വരുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കയ്യിലിരിക്കുന്ന പിച്ചാത്തിയാണ് എടുത്തെറിയും. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവന് കലഹം ശമിപ്പിക്കുന്നു. കൊളോഷ്യൻസ് 3:8 പറഞ്ഞു, ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് ഒരു ദോഷണം ഇവയൊക്കെയും വിട്ടുകളയണം. അപ്പോൾ ഈ കോപം വന്നിട്ട് ക്രോധമായിട്ട് മാറുകയാണ്. ഈ ക്രോധം വരുന്നവരാണ് കയ്യിലിരിക്കുന്ന കത്തി വെച്ച് കുത്തിക്കളയും അപ്പനെ. മറ്റുള്ളവരെ കുത്താനും കൊല്ലാനും അവന് മടിയില്ല. കാരണം എൻ്റെ സെൽഫിനെ നീ തൊട്ടോ ഞാൻ നിന്നെ കൊന്നുകളയും. അതൊക്കെ ദൈവത്തിൻ്റെ നേരെ വിപരീതമല്ല. അതാണ് പിശാച് ചെയ്യുന്നത്. അവൻ എന്നും ദൈവമക്കളാണെന്ന് നമ്മളെ ഉപദ്രവിക്കാൻ ഒരു മടിയും കാണുന്നില്ല. പക്ഷേ കർത്താവ് ശക്തനായിട്ട് നിൽക്കുന്നതിനാൽ അവൻ്റെ ഒരു ഉപാധിയും നമ്മുടെ തലമുറകളെ തൊടുകയില്ല, തൊടത്തില്ല. വേലി കെട്ടുകയാണ്. മടി, ലേസിനെസ് പാപമാണ്. സ്ലോത്ത് എന്ന് പറയും. ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ള മടിയുണ്ട്. ഉത്തരവാദിത്വം എടുക്കാതിരിക്കുക. ആത്മീയമായ മടി, ദൈവത്തിൻ്റെ വചനം വായിക്കാതിരിക്കുന്നത് ആത്മീയ മടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഉപദേശം ആരെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് മടിയാണ്. അപ്പോൾ നമ്മൾക്ക് അഹങ്കാരം കയറി വരും. അതായത് 1 തെസ്സലോനിക്കൻസ് 5:14 പറയുന്ന, സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിക്കുന്നു, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനനെ താങ്ങുവീൻ,
എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. മടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത് ചെറിയ കാര്യമെന്ന്. ലേസിനെസ് ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ 12 ശിഷ്യന്മാരും ലേസി അല്ലായിരുന്നു. അവരൊക്കെ നല്ല കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു. ഏതെങ്കിലും ഫീൽഡിൽ അധ്വാനിക്കുന്നവനെ ദൈവം കാണുമെന്ന്. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. അവനെ തിരിച്ചു കൊണ്ടുവന്ന ജോലി ദൈവത്തിൻ്റെതാണ്. പക്ഷെ നമ്മൾ മടിയനായിട്ടിരുന്നാൽ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. മടി വെറുക്കണം. 5 ദ്രവ്യാഗ്രഹം, ഗ്രീഡ്, അതിരുകവിഞ്ഞ ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂല്യമല്ല. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനമായി തീർന്നു. ദുഃഖത്തിന് കാരണമാണ് ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ. പിന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം, ഗ്ലട്ടണി എന്ന് പറയും. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു നിയന്ത്രണമില്ല, അതും പാപമാണ്. ലാസ്റ്റ് 7ാമത്തെ ലൈംഗികമായ ആസക്തി. സ്ത്രീപീഡനമൊക്കെ എൻ്റെ മനുഷ്യബന്ധങ്ങളെ തകരാറാക്കുന്നു. ബ്ലൂ ഫിലിം കാണുക, കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുക, ഇതൊക്കെ ലസ്റ്റാണ്. അമിതമായിട്ട് എന്ത് സ്നേഹിക്കുന്നു അവിടെ ലസ്റ്റ്. അപ്പോൾ 7 കാര്യങ്ങളും ജഡീക ശക്തിയിൽ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അത് 7ഉം ദൈവത്തിന് ഓർമ്മ. അത് മരണകരമായ പാപങ്ങളാണ്. അത് അഴിഞ്ഞു പോകണം. ഇത് പാപങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതൊന്നും എനിക്കില്ലെന്ന്. ഒരാൾ പറഞ്ഞു ഇതിൽ ഏതാ എനിക്കുള്ളത്, ഞാനത് കേട്ടു പറഞ്ഞു ഇതിൻ്റെ എല്ലാ അല്പമെങ്കിലും നമ്മളിലുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. സാഹചര്യങ്ങളിൽ അങ്ങനെ ആക്കാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. സാഹചര്യം വരുമ്പോൾ നമ്മുടെ ജഡീക ശക്തികൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് ഓരോ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാണല്ലോ. വളരെ നല്ലതായിട്ട് ജീവിച്ചവരും സാഹചര്യം തെറ്റുമ്പം അഴുക്കായി മാറുന്നത് കാണും. അവരുദ്ദേശിച്ചല്ല, അറിയാത്ത കുഴിയിൽ വീഴുകയാണ്. അവിടെ ആരും നല്ലതെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ പാപങ്ങൾ നമ്മൾ വെറുക്കണം, പ്രാർത്ഥിക്കും. 7 പാപങ്ങളും ഡെഡ്ലി സിൻസ്, മരണകരമായ പാപങ്ങളാണെന്ന് പറയും. ഒരു വിശുദ്ധൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഇതിൻ്റെ അർത്ഥാടിയന് മനസ്സിലായത്. ഇതത്ര ചെറുതാണെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞെങ്കിൽ ഇതിന് ആഴമേറിയ ഡീപ്പ് റൂട്ടുണ്ട് കർത്താവ്. അതിൻ്റെ വേരിങ്ങനെ താഴോട്ട് പോയി നിൽക്കുക. അത് വേരോട് പറിച്ച് കളയണം. ഞങ്ങൾക്കത് ആവശ്യമില്ല. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഞങ്ങളും വെറുക്കുന്നു. നീ വെറുക്കുന്നതിനെ ഞങ്ങൾ വെറുക്കുന്ന. പക്ഷെ ജീവൻ്റെ അല്ലാത്തൊന്നും നമ്മുടെ തോട്ടത്തിൽ കിളുക്കത്തില്ല, നമ്മുടെ തലമുറകളിൽ വാഴാനൊക്കത്തില്ല. അതിന് മേളിൽ നിന്ന് തീർക്കണം. അടിയിൽ അവിടെ വെള്ളം, ആ വെള്ളത്തിൻ്റെ സോഴ്സ് മാറ്റിക്കളയണം. അത് ഡ്രൈ ചെയ്ത് നശിച്ചു പോകണം. വേരോട് പറിച്ചെടുത്ത് ദൂരെ കളയണം. അതിനാണ് ഉപവസിക്കുന്നത്. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാൻ ഒരു പ്രായം ഞങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ അത് ക്ഷമിച്ചു എന്ന് വിശ്വസിച്ച് ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി, നമ്മളോട് ഇടപെടുന്നവർക്ക് വേണ്ടി ഈ പാപങ്ങൾ, ഈ മരണകരമായ പാപത്തെ വെറുക്കാനുള്ള ഹൃദയം. വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്ത് മരണത്തോളം ഞാൻ പാപത്തെ വെറുക്കുന്നു എന്നാണ് പറയും. ആ വെറുക്കുന്ന ഒരു സ്വഭാവം ഇട്ട് തരണം. നല്ലവനായ ദൈവമേ, ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിച്ചേ ഒക്കത്തുള്ളൂ. നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.